ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവും പ്രേമയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് പ്രേമ പറയണ, ചന്ദ്ര സമ്മതിച്ചു, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ അവൾ സമ്മതിച്ചു. പക്ഷേ അവൾ പറഞ്ഞ ഡിമാൻഡ് വിഷ്ണുവിനെ സിദ്ധു പുറത്തിറക്കി കൊടുക്കണമെന്നാണ്. പക്ഷേ ഇത് ഞാൻ രംഗേട്ടനോട് പറഞ്ഞപ്പോൾ രംഗേട്ടൻ പറഞ്ഞത് സിദ്ധു ഒരിക്കലും ഇത് സമ്മതിക്കില്ല എന്നാണ്. പക്ഷേ നിനക്ക് നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാനീ പറയുന്നത്. ആ വിഷ്ണുവിനെ പുറത്തിറക്കി കൊടുത്താൽ എന്തായാലും അവൾ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടും. അതല്ലേ ഏറ്റവും നല്ലത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നടക്കുകയും ചെയ്യും. അപ്പോൾ സിദ്ധു പറയണ, ചേച്ചി എന്ത് പറഞ്ഞാലും ശരി, ഞാനിത് സമ്മതിക്കില്ല. അവൾ ഡിവോഴ്സ് പേപ്പറിൽ വേണമെങ്കിൽ ഒപ്പിട്ടാൽ മതി. പക്ഷേ ആ വിഷ്ണുവിനെ ഞാൻ പുറത്തിറക്കില്ല. വിഷ്ണുവിനെ പോലെ ഒരു ക്രിമിനലിനെ ഞാനായിട്ട് പുറത്തിറക്കിയാൽ ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ ഇമേജ് പോലും ഇല്ലാതാവും. അതുകൊണ്ട് ഇത് ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയണ, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്. വിഷ്ണുവിനെ സിദ്ധു പുറത്തിറക്കുകയും ചെയ്യും. നീ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവളും സമ്മതിച്ചതാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സിദ്ധു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ ദേവിക നിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് പോലും ഞാൻ ആഗ്രഹിച്ചു. ഓരോന്നിനും ഓരോ വിധിയുണ്ടല്ലോ. നിൻ്റെ തലയിൽ ഇവളെ അനുഭവിക്കാനായിരിക്കും വിധിയുള്ളത്. നീ നിൻ്റെ ഇമേജും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. അവളെപ്പോലെ ഒരു ബാധ ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകുമെന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നും പ്രേമ എണീറ്റ് പോവുകയാണ്. അപ്പോൾ പ്രേമയോട് സിദ്ധു പറയണ, ചേച്ചി ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുന്നു. അവൾ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത് തന്നെ അവൾ എൻ്റെ ജീവൻ വിലപേശുന്നതിന് തുല്യമായിട്ടാണ്. എനിക്ക് വിഷ്ണുവിനെ പുറത്തിറക്കി കൊടുത്താൽ എനിക്കുണ്ടാകുന്ന ഇമേജ് എന്താവും എന്നുള്ളത് ചേച്ചി ചിന്തിക്കാഞ്ഞിട്ടാണ്. അവനെ പോലെ ഒരു ക്രിമിനലിനെ ഞാൻ പുറത്തിറക്കി കഴിഞ്ഞാൽ എൻ്റെ ഇമേജ് തന്നെ തകരും. അതൊക്കെ കൂടി തന്നെയാണ് അവൾ പലതും ഉദ്ദേശിച്ചിട്ടാണ് ചേച്ചിയോട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാമെന്ന് പറഞ്ഞത്. പക്ഷേ അവളുടെ ആഗ്രഹം നടക്കില്ല. ചേച്ചി ഇനി എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയട്ടോ. അത് കേട്ടപ്പോൾ വിഷമത്തോടു കൂടിയാണ് പ്രേമ പോകുന്നത്. എന്നിട്ട് പ്രേമ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സിദ്ധുവിനോട് പറഞ്ഞു. പക്ഷേ സിദ്ധു ഒന്നിനും തയ്യാറല്ല. അപ്പോൾ സിദ്ധുവേട്ടനോട് ചോദിക്കാതെയാണോ എന്നോട് ഈ വാക്ക് പറഞ്ഞത്? ഞാൻ കരുതി അവൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്ന്. പക്ഷേ അവനത് അനുസരിക്കുന്നില്ല. നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്ന് കരുതി. എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. വിഷ്ണുവിനെ നിനക്ക് പുറത്താക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ചന്ദ്ര പറയണേ, കണ്ടില്ലേ, ഇതാണ് സിദ്ധുവേട്ടൻ. സിദ്ധുവേട്ടന് സ്നേഹത്തിനേക്കാളും രക്തബന്ധത്തിനേക്കാളും ഒക്കെ ഏറ്റവും വലുത് സിദ്ധുവേട്ടൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ അനിയനും നിങ്ങൾ പറയുന്ന വാക്കിനൊന്നും ഒരു വിലയുമില്ല എന്ന്. അപ്പോൾ വിഷ്ണുവിനെ പുറത്തിറക്കിയില്ല എന്ന് കരുതി നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? അവൻ സത്യത്തിൽ നിന്റെ ആരാണ്? അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കുന്നത്? നിങ്ങൾക്കിപ്പോൾ ഞാൻ സിദ്ധുവേട്ടനെ ഡിവോഴ്സ് ചെയ്യണം, അത്രയല്ലേ വേണ്ടൂ. അതിപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയുന്നു, ഒരു വഴിയുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സിദ്ധുവിൻ്റെ മനസ്സൊന്ന് കുത്തി ഇളക്കിയിട്ടുണ്ട്. നീ ഇനി അവിടെ ചെന്ന് സിദ്ധുവിനോട് നയത്തിൽ സംസാരിച്ച് നീ കാര്യം മനസ്സിലാക്കണം. സിദ്ധുവിനെ നീ ചതിക്കുമെന്നുള്ള തോന്നലാണ്. അത് ഇല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്ത ആള് പിന്നെ ഞാൻ പറഞ്ഞ കേൾക്കും. പറയേണ്ടത് പോലെ പറഞ്ഞാൽ അവൻ ഉറപ്പായും കേൾക്കും. അതുപോലെയുള്ള സംസാരം വേണം നീ അവിടെ പോയി സംസാരിക്കാൻ. അപ്പോൾ സിദ്ധു എന്തായാലും നിന്റെ വിഷ്ണുവിനെ പുറത്തിറക്കാൻ അവൻ എന്തായാലും സമ്മതിക്കും എന്നും പറഞ്ഞ് പ്രേമ പോവുകയാണ് കേട്ടോ. അതോടുകൂടി ചന്ദ്ര സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് സോപ്പിട്ട് സംസാരിക്കുകയാണ്. സിദ്ധുവേട്ടൻ്റെ കാല് പിടിക്കാൻ ഞാൻ പ്രേമേച്ച് പറഞ്ഞ ഡിമാൻഡിന് ഞാൻ തയ്യാറാണ്. സിദ്ധുവേട്ടൻ എങ്ങനെയെങ്കിലും വിഷ്ണുവിനൊന്ന് പുറത്തിറക്കി തരണം. പറഞ്ഞത് സത്യമാണ്. ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാം. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, അല്ല നീ വിഷ്ണുവിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ വിഷ്ണുവും നീയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് ചോദിച്ചതോടുകൂടി പെട്ടെന്ന് ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് പറയണേ, എന്നോട് കൂടുതലൊന്നും സിദ്ധുവേട്ടൻ ഈ സമയത്ത് വിഷ്ണുവിനെ കുറിച്ച് ചോദിക്കരുത്. അത് ഞാൻ മറ്റൊരു ദിവസം ഞാൻ സിദ്ധുവേട്ടനോട് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഇപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ പുറത്തിറക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവന് തന്നെ ആപത്താണ്. അവൻ എന്നെ ഇല്ലാതാക്കും. ഈ സമയത്ത് ഞാൻ ഇല്ലാതായി കഴിഞ്ഞാൽ അത് സിദ്ധുവേട്ടനാണ് ദോഷം ചെയ്യുക. സിദ്ധുവേട്ടനെ ഇല്ലാതാക്കി എന്നാണ് നാട്ടുകാരെല്ലാവരും പറയുക. ഞാൻ സിദ്ധുവേട്ടൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. സിദ്ധുവേട്ടൻ എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ പുറത്തിറക്കി തരണം. അല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു എന്നെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഞാൻ വെറുതെ ഒന്നുമല്ലല്ലോ സിദ്ധുവേട്ടനോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാമെന്ന് പറഞ്ഞതല്ലേ. ഇനിയിപ്പോൾ സിദ്ധുവേട്ടന് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ ഒരു നോട്ടീസ് ബോർഡിൽ ഞാൻ ഒപ്പിട്ട് തരാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. സിദ്ധുവേട്ടനൊന്ന് വിഷ്ണുവിനെ പുറത്തിറക്കി തന്നാൽ മതി. ഞാൻ ഒരിക്കലും വാക്ക് മാറില്ല. അപ്പോൾ സിദ്ധു പറയണേ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് ഇതിൻ്റെ മുന്നും പിന്നും നല്ലോണം ആലോചിച്ച ശേഷമാണ് ഞാൻ ഇതൊരു തീരുമാനമെടുക്കൂ. കാരണം ഇത് എൻ്റെ പ്രൊഫഷനെ പോലും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചന്ദ്ര പറയണേ, എന്തുകൊണ്ടും സിദ്ധുവേട്ടന് ഈ ഒരു തീരുമാനം
തീരുമാനം കൊണ്ട് ലാഭമേ ഉള്ളൂ. കാരണം ഞാൻ എന്ന ശല്യം ഒഴിഞ്ഞു പോയാൽ പിന്നെ ദേവികയാണല്ലോ സിദ്ധുവേട്ടൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതോടുകൂടി ദേവികയുടെ കഷ്ടപ്പാടും പ്രയാസവും മാറുകയും ചെയ്യും. അത് കേട്ടപ്പോൾ സിദ്ധു പെട്ടെന്നൊന്നും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്ര പറയണേ, എന്തായാലും സിദ്ധുവേട്ടൻ എനിക്ക് ഒരു അനുകൂല തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനെന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാട്ടോ. എന്നിട്ട് ചന്ദ്ര മാറി നിന്ന് സിദ്ധുവിനെ ദഹിക്കുന്ന രീതിയിൽ അങ്ങ് നോക്കുകയാണ്. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിനക്ക് അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ വിഷ്ണുവിനെ പുറത്തിറക്കിയ ശേഷം ഞാനും വിഷ്ണുവും കൂടി നിങ്ങളെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണ് ചന്ദ്ര സിദ്ധുവിനെ നോക്കുന്നത്. എന്നിട്ട് സിദ്ധു ഇക്കാര്യം പറയാൻ വേണ്ടി ദേവികയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രേമ ഡിവോഴ്സിന് സമ്മതമാണെന്ന് പറഞ്ഞു. ഡിവോഴ്സിൽ ഒപ്പിട്ട് തരാമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ദേവികയ്ക്ക് ഒരു സംശയം വരികയാണ്. അവളെങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ സിദ്ധു ഒരിക്കലും അവളെ വിശ്വസിക്കരുത്. അവളെ നന്നായിട്ട് അറിയാവുന്നതല്ലേ, അവൾ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിദ്ധു പറയണ ശരിയാണ്, അവൾ പറഞ്ഞ ഡിമാൻഡ് വിഷ്ണുവിനെ പുറത്തിറക്കി കൊടുക്കണം എന്നുള്ളതാണ്. വിഷ്ണുവിനെ പുറത്തിറക്കി കൊടുത്താൽ ഞാൻ എന്തായാലും ഒപ്പിട്ട് തരാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അവളെ നല്ലോണം ആലോചിച്ച് വേണം സിദ്ധു ഇവിടെ തീരുമാനിക്കാൻ. കാരണം അവൾ അത്ര വിശ്വാസവഞ്ചന ചെയ്യുന്നവൾ തന്നെയാണ്. അവളുടെ വാക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിന് വേണ്ടി അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവും ചന്ദ്രയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. നമ്മൾ ആരും അറിയാത്ത എന്തോ ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അല്ല എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. അതെന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിദ്ധു പറഞ്ഞു, എനിക്കും ആ ഒരു സംശയം തോന്നി. വിഷ്ണുവിന് വേണ്ടി അവൾ ഇങ്ങനെ ഡിവോഴ്സിന് സമ്മതിക്കുക എന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ എന്തോ നമ്മൾ അറിയാത്ത ഒരു ബന്ധമുണ്ട്. എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്. പക്ഷേ അത് സത്യമാണെന്നുള്ളത് അറിയാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സിദ്ധുവിൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി ചന്ദ്ര ഒഴിഞ്ഞു പോകുമെന്നുള്ള സന്തോഷത്തിലാണ് സിദ്ധു. അപ്പോൾ ദേവിക എന്തായാലും അവളെ വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട, എന്തായാലും സിദ്ധു നന്നായിട്ട് തന്നെ ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഫോൺ വെക്കുന്നത്. പിന്നീട് പൊന്നുമണി നിരഞ്ജൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയണേ, അമ്മായി മുട്ട ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും വയ്യ ഉണ്ടാക്കാനും. എന്താ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വയ്യാത്തത്? ശരവണൻ്റെ കൂട്ടുകാരാണ് വന്നിരിക്കുന്നത്, അവർക്കാണ് ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞത്. അവർ മദ്യപിക്കുമ്പോൾ അവർക്ക് തൊട്ടുകൂട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ മര്യാദക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിരഞ്ജൻ്റെ അമ്മ പറയണേ, ഞാനേ നിരഞ്ജനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ മോൻ ഒരു തീരുമാനമെടുക്കും. ഇവിടേക്ക് ആര് വന്നിട്ടും കാര്യമില്ല. ശരവണനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് വെറുതെ മാഷേട്ടന് അടിയും ഇടിയും കൊണ്ട് ശേഷം അവിടെ തിരിച്ചു പോവേണ്ടി വരും. ശരവണൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ശരവണൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സുകളും അത്ര നല്ലവരൊന്നുമല്ല. അമ്മായിയുടെ മകനെ ശരവണനും ഫ്രണ്ട്സുകളും ചേർന്ന് ഇടിച്ചൊരു പരുവമാക്കണ്ട എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വരണ്ട എന്ന് വിളിച്ചു പറഞ്ഞേക്ക് എന്ന് പറയട്ടോ. ഈ സമയം സ്വാമിയും തങ്കച്ചിയും കൂടി ഫോണിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് തങ്കച്ചിയോട് നിരഞ്ജൻ ശരവണൻ്റെ അടുത്തേക്ക് പോയതിനെ കുറിച്ച് പറയുകയാണ്. അതിനിപ്പോൾ സ്വാമി നമ്മളെന്ത് ചെയ്യാനാണ്? അല്ല, അവിടെ ഇപ്പോൾ നല്ലൊരു അടി തന്നെ നടക്കും. ആ ശരവണൻ ഒരു ക്രിമിനലാണ്, അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. നിരഞ്ജൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തന്നെ ഉണ്ടാവും. ഈ സമയത്ത് നമ്മൾ നിരഞ്ജനെ സഹായിച്ചാൽ പിന്നെ നമ്മളുടെ ഭാഗത്ത് നിൽക്കും നിരഞ്ജൻ. അപ്പോൾ നമുക്കത് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ തങ്കച്ചു പറയണേ, ഇല്ല, നിരഞ്ജനായതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ സ്വാമിക്ക് വേണ്ട. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ സ്വാമി പറഞ്ഞത് ശരിയാണ്, അപ്പോൾ നമ്മളോടൊപ്പം നിൽക്കും. പക്ഷേ നിരഞ്ജൻ ഒരിക്കലും നമ്മളോടൊപ്പം നിൽക്കില്ല. എന്നോടൊക്കെ അത്രയ്ക്ക് ദേഷ്യമാണ് നിരഞ്ജനുള്ളത്. അതുകൊണ്ട് അവർ ഇടിക്കുകയോ തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ മരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, ഇതിലൊന്നും നമ്മൾ ഇടപെടണ്ട. പിന്നീട് ജയശങ്കറിൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇടപെടാം, അതുവരെ നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞാണ് തങ്കച്ചി ഫോൺ വെക്കുന്നത്. ഈ സമയം നിരഞ്ജൻ ശരവണൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ശരവണൻ ഫ്രണ്ട്സുകളെയും കൂട്ടി കള്ളു കുടിക്കുകയാണ്. എന്നിട്ട് പൊന്നുമണിയെ വിളിക്കുകയാണ്. പറഞ്ഞത് ഉണ്ടാക്കിയില്ലേ പൊന്നുമണി, ഇവിടേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞതോടുകൂടി നിരഞ്ജൻ ശരവണൻ്റെ മുന്നിലേക്ക് അങ്ങ് ചെല്ലണം. എന്താടാ ശരവണ, വീട് ബാറാക്കിയോ? അപ്പോൾ ശരവണൻ പറയണേ, ആ ആണുങ്ങളായാൽ കുറച്ച് കുടിക്കും കൂട്ടുകൂടും ഒക്കെ ചെയ്യും, അത് ചോദിക്കാൻ താൻ ആരാടാ എന്ന് ചോദിച്ചതോടുകൂടി ശരവണനെ നിരഞ്ജൻ ഒരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടി ശരവണൻ താഴേക്ക് വീഴുകയാണ്. നിരഞ്ജൻ പറയണേ, എൻ്റെ പേര് നിരഞ്ജൻ, അതാണ് എൻ്റെ പേര്. അതോടുകൂടി ശരവണൻ അടിച്ചു കൊല്ലടാ ഇവനെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും വിശാൽ അങ്ങ് മുന്നിലേക്ക് വരികയാണ്. ആരെങ്കിലും തൊട്ടുപോയാൽ ഇവിടെ നിന്നും ജീവനോടെ ഒരാൾ പോലും പോവില്ല. അപ്പോൾ ശരവണൻ പറയണേ, രണ്ടുപേരെയും തല്ലിക്കൊല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് 3 പേരും കൂടി ചേർന്ന് നിരഞ്ജനെയും വിശാലിനെയും അടിക്കാൻ ഒരുങ്ങാണ്. അപ്പോൾ നിരഞ്ജനും വിശാലും നന്നായിട്ട് തന്നെ ശരവണനെയും ഫ്രണ്ട്സുകളെയും അടിച്ചൊരു പരുവമാക്കാണ്. അപ്പോഴത്തേക്കും ഇരുട്ട് കൂടി അവിടേക്ക് വരികയാണ്. അങ്ങനെ ഇരുട്ടും അവർക്ക് കണക്കിന് കൊടുക്കുകയാണ്. അങ്ങനെ ശരവണനെയും ഫ്രണ്ട്സുകളെയും അടിച്ച് ഒരു പരുവമാക്കുകയാണ് കേട്ടോ. എന്നിട്ട്
വേദന സഹിക്കാൻ കഴിയാതെ ശരവണൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ നിന്നും എണീറ്റ് ഓടിപ്പോവുകയാണ്. അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് പൊന്നുമണിയും അമ്മായിയും കൂടി പുറത്തേക്ക് വരികയാണ്. പൊന്നുമണി ആകെ പേടിച്ചു പോവുകയാണ്. നിരഞ്ജനും വിശാലും ഇരുട്ടും കൂടി ശരവണനെയും ഫ്രണ്ട്സുകളെയും ഒരു പരുവമാക്കിയത് കണ്ട്. എന്നിട്ട് നിരഞ്ജൻ പറയാണ്, അമ്മേ ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട, നമുക്ക് ഇവിടെ നിന്നും പോവാം. അത് പിന്നെ മോനെ, അല്ല അമ്മ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അമ്മ എന്തായാലും ഡ്രസ്സ് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞ് അമ്മായിയും കൂട്ടി പോവുകയാണ്. ആ സമയത്ത് നിരഞ്ജൻ പൊന്നുമണിയോട് പറയാണ്, ഞങ്ങൾ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവുകയല്ല, ഞങ്ങൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. നിന്നെയും നിന്റെ കൂട്ടുകാരനെയും ഇവിടെ നിന്നും പിടിച്ചിറക്കും എന്ന് പറയട്ടെ. അപ്പോൾ വിശാല് ശരവണനോട് പറയണേ, നീ എന്ത് കരുതിയടാ ശരവണ, ഞങ്ങളെ കണ്ട് മാന്യമാരായിട്ടൊക്കെ നിനക്ക് തോന്നുന്നുണ്ട്, പക്ഷേ നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ ഇതുപോലെയുള്ള വേലത്തരങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് ഞങ്ങളോട് കളിക്കുമ്പോൾ നീ സൂക്ഷിച്ച് കളിക്കണം, അല്ലെങ്കിൽ തടി കേടാവും ശരവണ എന്നും പറഞ്ഞാണ് നിരഞ്ജനും വിശാലും ഇരുട്ടും നിരഞ്ജന്റെ അമ്മയും അവിടെ നിന്നും പോകുന്നത്. പിന്നീട് സ്വാമി ചെന്ന് ജയശങ്കറിനോട് പറയുകയാണ്, നിരഞ്ജൻ ആ ശരവണനെയും ഫ്രണ്ട്സുകളെയും വീട്ടിൽ ചെന്ന് അടിച്ച് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്, ആകെ കുഴപ്പമായല്ലോ സാറേ. അത് കേട്ടും കൊണ്ടാണ് അക്ഷര വരുന്നത്. അപ്പോൾ അക്ഷര പറയണ, പിന്നെ എന്ത് ചെയ്യണമായിരുന്നു, അതിനും ഫ്രണ്ട്സുകൾക്കും മദ്യം ഒഴിച്ചു കൊടുക്കണമായിരുന്നു. അതല്ല ആ ശരവണനും ഫ്രണ്ട്സുകളെയും അടിച്ചു എന്ന് അവർ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ മൊത്തം പ്രശ്നമാവില്ല. ഒരു പ്രശ്നവും ഉണ്ടാവില്ല, കാരണം ആ വീട്ടിൽ അദ്ദേഹത്തിനും അവകാശമുണ്ട്. അല്ല പൊന്നുമണി എങ്ങാനും കേസ് കൊടുത്താൽ നിരഞ്ജൻ സാറ് അകത്തു പോവില്ലേ? ഒരിക്കലുമില്ല, പൊന്നുമണിക്ക് കേസ് കൊടുക്കാൻ കഴിയില്ല, കാരണം അവിടെ വീട്ടിൽ കയറി ലഭിച്ചതിനാണ് അദ്ദേഹം അവിടെ ചെന്ന് പ്രശ്നമുണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ അമ്മയും അവിടെ ഉണ്ട്. അമ്മ തിരിച്ചു ഒരു കേസ് കൊടുത്താലേ ഇവര് തന്നെയാണ് കുടുങ്ങുക, പൊന്നുമണിയും രവണനും ഒക്കെയാണ് കുടുങ്ങുക. അതുകൊണ്ട് അങ്ങനെ ഒരു വിഡ്ഢിത്തരം എന്തായാലും പൊന്നുമണി ചെയ്യില്ല. സ്വാമി പറയണ, ഇനിയിപ്പോൾ കേസില്ല എന്ന് ഇരിക്കട്ടെ, പക്ഷേ ഇതിപ്പോൾ നാണക്കേടായില്ലേ? ജയശങ്കർ സാറിന്റെ മരുമകൻ ഗുണ്ടകളുമായി വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞുള്ള നാണക്കേടല്ലേ ഉണ്ടാവുക? അപ്പോൾ അക്ഷര പറയണ, എന്ത് നാണക്കേട്? ആ തങ്കച്ചിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയതിൻ്റെ ശേഷം വീട് അവർക്ക് കൊടുത്ത ശേഷം ഇവിടെ കേസുണ്ടായല്ലോ, പോലീസുകാർ അറസ്റ്റ് ചെയ്യാനൊക്കെ വന്നല്ലോ, അതിലും വലിയ ഒരു നാണക്കേടൊന്നുമില്ല. അതും ഇതും തമ്മിൽ രണ്ടല്ലേ? രണ്ടൊന്നുമല്ല സ്വാമി, ഒന്ന് തന്നെയാണ്. നിങ്ങൾ വെറുതെ ഡാഡിയെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിച്ചാണ് ഡാഡി ഈ ഒരു അവസ്ഥയിലെത്തിയത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വാമി നിങ്ങളുടെ ഉപദേശം ഇനിയെങ്കിലും ഒന്ന് നിർത്ത് എന്ന് പറഞ്ഞ് അക്ഷര ദേഷ്യം പിടിച്ച് അകത്ത് പോവാണ്. ആ സമയത്ത് അക്ഷരയുടെ ഫോണിലേക്ക് നിരഞ്ജൻ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഞാൻ വീട്ടിൽ നിന്നും അമ്മയെ കൊണ്ടുവരികയാണ്, അവിടേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷര പറയണേ, ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടേക്ക് കൊണ്ടുപോവാ, ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഡാഡി എന്തായാലും പ്രശ്നമുണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് അമ്മയും കൊണ്ട് ഇവിടേക്ക് വന്നോ എന്ന് പറഞ്ഞാണ് ഫോൺ വെക്കുന്നത്. അപ്പോഴത്തേക്കും ജയശങ്കർ അവിടേക്ക് വരികയാണ്. അപ്പോൾ ജയശങ്കറിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല നിരഞ്ജൻ്റെ അമ്മ അവിടെ വന്ന് താമസിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഡാഡി വെറുതെ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, ഇനിയിപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാൽ പിന്നെ ഞാനും അദ്ദേഹവും അമ്മയും ഇവിടെ താമസിക്കില്ല, ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവും. അത് കേട്ടപ്പോൾ ജയശങ്കർ പറയണേ, നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നത്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നും പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് കൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നത്? പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇതൊരു പോകുന്നവർക്കും വരുന്നവർക്കും താമസിക്കാനുള്ള സത്രമൊന്നുമല്ല, പിന്നെ നിന്റെ നന്മയെ കരുതിയാണ് ഞാൻ പറയുന്നത്. അതെന്താ ഡാഡി, നിരഞ്ജൻ്റെ അമ്മ ഇവിടെ വന്ന് താമസിച്ചു എന്ന് കരുതി എന്ത് ദോഷമാണ് എനിക്കുണ്ടാവുക? അതെന്താണെന്നുള്ളതൊന്നും ഞാൻ നിന്നോട് പറയുന്നില്ല, അതിന് എനിക്ക് വഴിയെ മനസ്സിലായിക്കോളും, അപ്പോൾ എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞ് ജയശങ്കർ അകത്ത് പോവാട്ടോ. അപ്പോൾ എന്താവും ഡാഡി പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ള ഭാവത്തിലാണ് അക്ഷര ഒന്നും മനസ്സിലാവാതെ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.